നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഉത്രട്ടാതി നക്ഷത്രത്തെ കുറിച്ചാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ ഫെബ്രുവരി മാസത്തിലെ 18 തീയതി മുതൽ 28 തീയതി വരെ ഇവരുടെ ജീവിതത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും ഇതിലെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നും ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 18 തീയതി മുതൽ ഇവരുടെ ഭവനത്തിന്റെ അന്തരീക്ഷം, ഗൃഹാന്തരീക്ഷമൊക്കെ വളരെ സന്തോഷപ്രദമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവര് കൂടുതൽ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ഒരുമിച്ച് എത്തിച്ചേരാൻ പോകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ലക്ഷ്യം നേടുവാനായിട്ട് പറ്റിയൊരു സമയമാണ്. ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തി നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ യാത്രകളൊക്കെ വേണ്ടിവരുന്ന ഒരു സമയമാണ്. ഈ യാത്രകൾ മൂലം ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ബിസിനസ് പരമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള യാത്രകളിൽ നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടവും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബ്രോക്കറിങ്ങിലൊക്കെ നിങ്ങൾക്ക് മികച്ച വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാലമായിട്ട് തർക്കത്തിൽ കിടന്നിരുന്ന ചില വസ്തുക്കളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടമാണ് കാണുന്നത്. അത് സ്ത്രീ പുരുഷ ഭേദമില്ലാതെയുള്ള ഒരു പൊതുവായിട്ടുള്ള ഫലമാണിത്. അതുപോലെ തന്നെ ഏറ്റെടുത്ത ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ചില ശത്രുശല്യമൊക്കെ ഉണ്ടായിരുന്നത് ഒഴിഞ്ഞു പോകുന്നതാണ്. ഈശ്വരപ്രീതി ഒരുപാട് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ നക്ഷത്രത്തിന്റെയും ഗ്രഹങ്ങളുടെയും എല്ലാം ദൃഷ്ടി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജിയിൽ പതിക്കുന്ന ഒരു സമയമാണ്. വാക് സാമർഥ്യം മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ പല ഉന്നതരുമായിട്ട് ബന്ധപ്പെടാനും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിറവേറ്റാൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന അസുഖങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. അതിലൊരു ആശ്വാസം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ബുദ്ധി കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂവണിയാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ നിങ്ങൾക്ക് 24, 25, 26 എന്നീ തീയതികളിൽ നിങ്ങളുടെ മനസ്സിനെ എന്തെന്നില്ലാത്ത ഒരു ദുഃഖം അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകള്, അകാരണമായിട്ടുള്ള ഭയം ഇവയൊക്കെ വന്നു കൂടുന്നുണ്ട്. വളരെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പണ്ടെങ്കോ നടന്ന ഒരു വിഷയത്തിൽ, അതായത് നമ്മൾ ഡ്രോമ എന്നൊക്കെ പറയാം, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട സമയമായി. നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന അവസരങ്ങൾ പോലും നിങ്ങളുടെ മുന്നിലെത്തിയാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളെ എല്ലാം മറന്നു കളയുക. പുതിയൊരു കാലത്തിലേക്ക് നിങ്ങൾ ചുവടെടുത്ത് വെക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കാണുന്ന എല്ലാവരും തന്നെ ഇതില് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പഴയ കാര്യങ്ങള് ഓർത്ത് ചില സമയങ്ങളിൽ ദുഃഖിക്കുന്നുണ്ട്. അത് പാടില്ല. അതൊക്കെ കാലത്തിന്റെ നീതി പോലെ നടന്നുപോയ കാര്യങ്ങളാണ്. കാലചക്രം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളാണ്. അതെല്ലാം വിട്ടുകളയുക. ഇനിയും നാളേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നൊരു ബന്ധു അകന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. വേദനകളെല്ലാം നമ്മൾ പുഞ്ചിരിയോടെ നേരിടേണ്ടതുണ്ട്. എല്ലാവരിൽ നിന്നും അകന്നു പോകാനുള്ളവരാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. ലക്ഷ്യങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുക. നിങ്ങളുടെ തൊഴിൽ മേഖലയിലെല്ലാം പുരോഗതി വരേണ്ട സമയമാണ്. നിങ്ങൾ ദുഃഖത്തിൽ ആഴ്ന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് കാണാതെ പോകുന്നതാണ്. അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ദൈവത്തിലാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. കൂടാതെ 24, 25, 26 തീയതികളിൽ
ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഒരാൾക്കെങ്കിലും ഭക്ഷണം നൽകാൻ ശ്രമിക്കുക. ഈ ഭക്ഷണം നൽകുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലാണ്, അയാൾക്ക് ഭക്ഷണം വാങ്ങാൻ പാങ്ങില്ല എന്ന് മനസ്സിലാക്കി ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സൽക്കാരമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ്. പക്ഷേങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ തുറന്നിടുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.